എൻ ശ്രീകുമാർ ആർക്കും വേണ്ടാത്ത ഒരു നേതാവിനെ സ്വന്തം പാളയത്തിലേക്ക് ആനയിച്ചിട്ട് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത്? ഇപ്പോൾ സരിൻ പോയപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്തായാലും ഒരു ഇല കൊഴിയുന്നത് പോലെയോ അങ്ങനെ എന്തോ ഉള്ളൂ എന്ന് സുധാകരൻ പറഞ്ഞ പോലെ ബി.ജെ.പിയും അങ്ങനെ കണക്കാക്കുകയാണ് സന്ദീപ് വാര്യരെ. അപ്പോൾ എന്ത് നേട്ടമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്നലെ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി വാചാലനായിരുന്നയാൾ, പിങ്കിമോളെന്നും പപ്പുമോനെന്നും ആവർത്തിച്ച് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പറഞ്ഞിരുന്നയാൾ ഒറ്റ രാത്രി കൊണ്ട് കോൺഗ്രസ് പാളയത്തിൽ എത്തുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ ഉണ്ടാക്കുക കൂടുതലായിട്ടും കോൺഗ്രസിനെ? നോക്കൂ മഞ്ജുഷേ, ബി.ജെ.പിയുടെ സംസ്ഥാനത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മുഖമായിരുന്നു സന്ദീപ് വാര്യർ. അദ്ദേഹം ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ വരുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് ബി.ജെ.പിക്ക് ഒരു ക്ഷീണം തന്നെയാണ്, സംശയമില്ല. അദ്ദേഹം അധികാരമുള്ള ബി.ജെ.പിയിൽ നിന്ന് അധികാരമില്ലാത്ത കോൺഗ്രസിലേക്കാണ് വരുന്നത്. അത് ആലോചിക്കണം. അദ്ദേഹം ഇന്ന് പറഞ്ഞത് സംഘപരിവാർ ആശയങ്ങളെ ഞാൻ തള്ളിക്കളയുന്നു എന്നാണ്. അപ്പൊ സംഘപരിവാർ ആശയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ മൂവർണ്ണത്തിലേക്ക് ഞാൻ വരുന്നു എന്ന് പറയുന്നു. അതാണ് കോൺഗ്രസ് ആഗ്രഹിച്ചത്, അതാണ് CPM ആഗ്രഹിച്ചത്. നയം വ്യക്തമാക്കണം CPM പറഞ്ഞല്ലോ, അത് ഈ നയമാണല്ലോ ഒന്ന്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം എന്താ പറഞ്ഞത്? കോൺഗ്രസിന്റെ ഒരു മുദ്രാവാക്യമുണ്ട്, അത് രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യമാണ്. സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചു എന്നാണെന്ന് CPM ബി.ജെ.പി നേതാക്കളൊക്കെ പറയുന്നത്. രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന മുദ്രാവാക്യം എന്താണ്? വെറുപ്പിന്റെ കടയിൽ നിന്നും സ്നേഹത്തിന്റെ കട തുറന്നു. സന്ദീപ് വാര്യർ എന്താ പറഞ്ഞത്? വെറുപ്പിന്റെ കടയിൽ നിന്നും ഞാനിതാ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു. പിന്നെ പോയില്ലേ? അധികാരത്തിന് വേണ്ടി വന്ന ഒരാളല്ലാതെ പിന്നെ എന്താണ്? ആർക്കും വേണ്ടാതെ വന്ന ഒരാൾ എന്ന് തന്നെ പറയേണ്ടി വരും. ബി.ജെ.പിയിൽ അദ്ദേഹത്തിനുള്ള പ്രശ്നവും ഈ സുരേന്ദ്രൻ എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് വന്ന് ഞാനിതാ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നള്ളിഫൈ ചെയ്യണമെന്നാണോ? നോക്കൂ മഞ്ജുഷേ, നിങ്ങളുടെ ന്യൂസ് 18 ചാനലിന്റെ ഒരു രാഷ്ട്രീയ താല്പര്യം എനിക്കറിയാം. പക്ഷേ നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാള് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുമ്പോൾ ഓരോ ദിവസവും ചർച്ച നടത്തിയിട്ടാണോ വരുന്നത്? വളരെ രഹസ്യമായിട്ടേ വരുന്നുള്ളൂ. എല്ലാവരും അങ്ങനെയാ പോകുന്നത്. ഒറ്റ രാത്രി കൊണ്ട് സരിൻ CPM-ലെ മുന്നണി സ്ഥാനാർത്ഥിയാകാൻ പോയില്ലേ? അന്ന് നമ്മൾ എന്താ പറഞ്ഞത്? ഒറ്റ രാത്രി കൊണ്ട് സരിൻ മറുകണ്ഠം ചാടി. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആര് പോയാലും അതിന് അതിൻ്റെതായ ന്യായീകരണവും വിമർശനവും ഉണ്ടാകും. അത് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയാണ്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത്, ഒരാൾ തനിക്കൊരു MLA ആകാൻ ആഗ്രഹമുണ്ടെന്നും അത് സാധിച്ചു തരണമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നതും അധികാര രാഷ്ട്രീയത്തിൽ നിന്നും അധികാരമില്ലാത്ത, കേന്ദ്രത്തിനും കേരളത്തിനും അധികാരമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇപ്പൊ ബി.ജെ.പിയിൽ നിന്നും ഒരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന ആ പാർട്ടി മാറുമ്പോൾ ഉണ്ടാകാവുന്ന ചില വൈഷമ്യങ്ങളുണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് ഒരു പാർട്ടിയിൽ വല്ലാതെ ദ്രോഹ നടപടികൾ നേരിടേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് അരിശം കൂടും. സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ അരിശം വരുമ്പോൾ ചിലർ അവിവേകം കാണിക്കും, ചിലരത് സ്വബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് തനിക്ക് പറ്റിയ പാർട്ടി ഏതാണ് എന്ന ഉള്ള രീതിയിലേക്ക് വരും. ശ്രീകുമാർ, ഞാൻ ഒരു രാഷ്ട്രീയവും പറയുന്നതല്ല, ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുമല്ല. സന്ദീപ് വാര്യരുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ താങ്കളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ കോൺഗ്രസിൽ ഇതേ വിഷമാവസ്ഥയില്ലേ? സന്ദീപ് വാര്യർക്ക് എന്താണ് അവിടെ പറ്റിയത്? ഇവിടെ ആനന്ദ് കൊച്ചുകൂടി പറയുന്നുണ്ടായിരുന്നു, പാലക്കാട് സീറ്റ് അവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു, അത് കിട്ടിയില്ല എന്ന്. കോൺഗ്രസിൽ സമാന മനസ്കരായ എത്രയോ ആൾക്കാരുണ്ട്, അവർക്കും മത്സരിക്കാൻ സീറ്റുകളില്ല. അതുപോലെ തന്നെ അവർക്ക് ഒരു DCC തലത്തിലേക്ക് ഉയരാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം അതാണല്ലോ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇനി ഒരു പുതിയ ആൾ കൂടി വന്നാലെന്ന്. അത് തന്നെ അപ്പോൾ ബി.ജെ.പിയിൽ അദ്ദേഹം അനുഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും അനുഭവിക്കാൻ പോവുകയാണ്. അവിടെ ഒന്നും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നമോ നയത്തിന്റെ പ്രശ്നമോ അല്ല, എന്ത് കിട്ടും എന്നുള്ള മോഹമാണ്. അപ്പൊ മഞ്ജുഷ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. രാഷ്ട്രീയത്തിലെ വർത്തമാന കാലത്തിനാണ് പ്രസക്തി. ഒരു നിർണായക നിമിഷത്തിൽ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന നിർണായക നിമിഷത്തിൽ ബി.ജെ.പിയിലെ ഒരു പ്രമുഖനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ ഏക സംസാര വിഷയം. അതാണ് ഈ ദിവസങ്ങളിലെ ഏക വിഷയം. നാളെ സന്ദീപ് വാര്യർക്ക് എന്തുണ്ടാകും എന്നുള്ളത് ഇപ്പൊ പ്രസക്തമല്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ബി.ജെ.പിക്ക് കനത്ത അടി കൊടുത്തു. CPM-നെ ചമ്മലുണ്ടാക്കുന്ന രീതിയിൽ ഒരു തന്ത്രം കോൺഗ്രസ് ആവിഷ്കരിച്ചു. ഞാനത് നേരത്തെ പറഞ്ഞത് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പൊ സന്ദീപ് വാര്യർ ആദ്യം സംഘപരിവാർ ആശയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. 2, രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം അംഗീകരിച്ചു. 3, ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യത്തിന് വേണ്ടി നിരന്തരം
പ്രസംഗിച്ച് നടന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. എന്താണ് ആ മുദ്രാവാക്യം? കോൺഗ്രസ് മുക്ത ഭാരതം. കോൺഗ്രസ് മുക്ത ഭാരതം സാധ്യമല്ലെന്നും ഞാനിത് ആ കോൺഗ്രസിലേക്ക് പോകുന്നുവെന്നും സന്ദീപ് വാര്യർ പറയുന്നു. ഈ 3 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നയമായി വ്യക്തമാക്കപ്പെട്ടു. പിന്നെ ശ്രീ മഞ്ജുഷ പറഞ്ഞ കാര്യം, കോൺഗ്രസിൽ നാളെ സന്ദീപ് വാര്യർ എന്താവും എന്നുള്ള ഇന്ന് പ്രസക്തമല്ലെന്ന് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ കോൺഗ്രസ് നേതൃത്വം സുപ്രധാനമായ 2 രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. 2 രാഷ്ട്രീയ തന്ത്രങ്ങൾ. ഒന്ന്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് സംസ്ഥാന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഒരു പട്ടികജാതിക്കാരനായ മന്ത്രി ഉണ്ടായിരുന്നത് ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ പേര് പെട്ടെന്ന് മനസ്സിൽ പോണു, കോൺഗ്രസ് നേതാവ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പറഞ്ഞു, പെട്ടെന്ന് മനസ്സിൽ പേരൊക്കെ പോയത് അതുകൊണ്ടാണ്. കോൺഗ്രസ് നേതാവ് പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, ഇന്ന് അതായത് ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലെ നിർണായക നിമിഷത്തിൽ വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ BJPയുടെ ഏറ്റവും പ്രമുഖനായ ഒരു മുഖം, അതേ നേതാവാണോ അല്ലെങ്കിൽ വക്താവാണോ എന്നല്ല വിഷയം, സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നല്ലോ. അപ്പൊ ഇന്ന് ഏതോ ഒരു ചാനൽ ചർച്ചയിലെ ഒരു നേതാവ് പറഞ്ഞു കേട്ടു അദ്ദേഹം വെറും സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പൊ BJPയിലെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് വിലയില്ലെന്ന് ചോദിക്കാതെ ഇപ്പൊ ഇവിടെ ആ ആൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുന്നില്ല. അപ്പൊ BJPയുടെ ഒരു മുഖത്തെ കോൺഗ്രസ് ആരും അറിയാതെ, BJP നേതാക്കൾ എന്താ തീരുമാനിച്ചത്? ആ ദിവസം സന്ദീപ് വാര്യർ പിണങ്ങി നിന്ന ദിവസം RSSന്റെ നേതാവ് അവിടെ പോയല്ലോ. ഒന്ന്. രണ്ടാമത്തെ ദിവസം എന്താ ആരാ പോയത്? BJPയുടെ സംസ്ഥാന വക്താവ് ശിവശങ്കരൻ പോയല്ലോ. പിന്നെ ഒരുപാട് നേതാക്കൾ അദ്ദേഹത്തെ നിരന്തരം ബന്ധപ്പെട്ടു. അപ്പൊ ഇവരൊക്കെ ബന്ധപ്പെട്ടത് എന്തിനാ? പിടിച്ചു നിർത്താനല്ലേ? അവരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഒപ്പം വന്നാലും സ്വീകരിക്കുമെന്ന് പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞു AK ബാലൻ കേന്ദ്ര കമ്മിറ്റി CPMന്റെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഒപ്പം വന്നാൽ സ്വീകരിക്കാമെന്ന്. ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ കബളിപ്പിച്ചും ഇവരെയൊക്കെ പറ്റിച്ചും ഇവർക്കൊക്കെ ലജ്ജയുണ്ടാക്കിക്കൊണ്ടും കോൺഗ്രസ് സുപ്രധാനമായ രാഷ്ട്രീയ തന്ത്രം ആവിഷ്കരിച്ചു. ഒരു സംശയമില്ല കാര്യത്തിൽ ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ അതിനോട് യോജിക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു വലിയ രാഷ്ട്രീയ തന്ത്രം അത് വിജയം കണ്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എതിരാളികൾക്ക് വലിയൊരു അടി കിട്ടുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ തന്ത്രത്തിൽ. ഞാൻ ചോദിച്ചത്